ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, മംഗളവാർത്ത കാലത്തിൻ്റെ ഈ 4 ആഴ്ചകളിൽ നമ്മൾ വിശുദ്ധ കുർബാനയിൽ വായിച്ച് കേൾക്കുന്ന വചനഭാഗങ്ങൾ യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പും യോഹന്നാൻ്റെ ജനനവും ഈശോയുടെ ജനനവുമാണ്. ഈ 2 അവസരങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ വന്നിട്ട് പറയുന്ന കാര്യം വളരെ പ്രത്യേകതയുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തേത്, സഖറിയയുടെ മുമ്പിൽ വന്നിട്ട് ദൂതൻ പറയുന്നത്, സഖറിയ, നീ ഭയപ്പെടേണ്ട, ഞാൻ ദൂതനാണ്. പക്ഷേ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് കർത്താവിൻ്റെ ദൂതൻ പറയുന്ന കാര്യം, ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നാണ്. ഒരിടത്ത് ഒരു വ്യക്തിയുടെ പേര് അതേപടി വിളിക്കുകയും മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും അവളിലെ പുണ്യത്തെ ലോകത്തിൻ്റെ മുമ്പിൽ എടുത്തു കാണിക്കുകയും ചെയ്യുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മാതാവിലൂടെയാണ് ദൈവപുത്രന് ലോകത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള വഴി പിതാവായ ദൈവം ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ മാതാവിൻ്റെ വലിയ പ്രത്യേകത എന്താണെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ദൂതനാൽ അറിയിക്കപ്പെടുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി. പ്രിയപ്പെട്ടവരെ, ഉണ്ണീശോയുടെ ജനനത്തിലൂടെയും നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം, ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഈശോ ലോകത്തിൽ മനുഷ്യരുടെ കൂടെ ആയിരിക്കുകയാണ്. മനുഷ്യവർഗത്തോട് കൂടെയായിരിക്കുന്ന ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകൃപ, സ്വർഗത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്ന ദൈവകൃപകൾ മുഴുവൻ സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സാധിക്കാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിലാണ് ഈ ക്രിസ്മസ് അന്വർത്ഥമാകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ നിറയാൻ വേണ്ടി, ഈശോയാൽ നിറയാൻ വേണ്ടി, അങ്ങനെ നല്ലൊരു ജീവിതത്തിന് ഉടമകളാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഈശോയുടെ ജനനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു.